നമസ്കാരം. ഓരോ വ്യക്തികൾക്കും പലവിധ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉള്ളവർ തന്നെയാകുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ആ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ആ പ്രധാനപ്പെട്ട സന്ദേശങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന കമൻറ്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമൻറ്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ചുറ്റുമുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളിലുള്ള നന്മ അവർ മുതലെടുക്കുകയും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അവരിൽ നിന്നും സ്വാർത്ഥമായ താല്പര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വരും എന്നാണ് കാണുന്നത്. തിരിച്ച് അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ മുന്നേറുക എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഭഗവാൻ നിങ്ങളുടെ നല്ല മനസ്സിന് ഫലം നൽകുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വളരെയധികം തളർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഊർജമാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. പല തരത്തിലുള്ള തടസ്സങ്ങൾ, സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതായ അവസ്ഥ, മറ്റു ചിലരുടെ സ്വാധീനത്താൽ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ, നിയമപ്രശ്നങ്ങളുമാകാം. ഇത്തരത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞ പലവിധ സാഹചര്യങ്ങൾ നിങ്ങളിലുണ്ട് അഥവാ നിങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. താൽക്കാലികമായി പല കാര്യങ്ങളും നിർത്തിവെച്ച സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നു. പരമാവധി നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അത് ചെയ്യാൻ സാധിക്കും എന്ന് സ്വയം വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പതറാതെ മുന്നോട്ട് പോവുക എന്ന കാര്യം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അത് പല വിധത്തിലുള്ള അവസരങ്ങളും അല്ലെങ്കിൽ സമാധാനം, സന്തോഷം നൽകുന്നതായ സാഹചര്യങ്ങൾ, അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ ഒരിക്കലും പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി ആഗ്രഹിക്കുന്നില്ല എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. പലരും നിങ്ങളുടെ കഴിവുകളെ ചൂഷണം ചെയ്തു എന്ന് കാണുന്നു. ഇനി അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. ഇനി നിങ്ങളെ അവരുടെ ആവശ്യത്തിനായി കരുവാക്കുവാൻ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങളിൽ ചില വ്യക്തികളുടെ മനസ്സ് വിഷമിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് മാനസികപരമായി വളരെയധികം വിഷമങ്ങൾ ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഒരുപാട് നിങ്ങളെ വിഷമിപ്പിച്ചവർ ഇപ്പോഴും ഒരുപാട് വിഷമതകൾ നിങ്ങൾക്ക് നൽകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. അവരുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായ മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അതിനുള്ള സമയമായി എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഭാഗ്യത്തിൻ്റെ വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. അതിൻ്റെ സൂചനകൾ തന്നെയായി ഇത് പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട്, പല അവസരങ്ങളും ജീവിതത്തിലുണ്ട്. അത് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നതാണ്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. അവസരങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പിണക്കം മാറി അരികിലേക്ക് അവർ വന്നെത്തും എന്നും കാണുവാനായി സാധിക്കുന്നു. അവർ ചെയ്തു പോയ തെറ്റുകൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ വില മനസ്സിലാക്കുന്നതായ പല സാഹചര്യങ്ങളിലൂടെയുമാണ് അവർ കടന്നു പോകുന്നത് എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പുതു ഊർജം വന്നെത്തുന്നതായ ഒരു സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നെഗറ്റീവായ ചിന്തകൾ എല്ലാം മാറ്റി നിർത്തുകയും പോസിറ്റീവായ ഊർജത്തോടെ പല കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ
നിങ്ങളിലേക്ക് കടന്നു വരും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന പല സൂചനകളും നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ബോധ്യമാകും. മുന്നോട്ടുള്ള വഴിയിൽ നിങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന ചിലരെ അവഗണിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതുമാണ്. പ്രപഞ്ചശക്തിയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനങ്ങൾ നിങ്ങൾ ഒരിക്കലും കൈക്കൊള്ളാൻ പാടില്ല എന്നും കാണുവാനായി സാധിക്കുന്നു. നഷ്ടങ്ങൾ, സമാധാനം നഷ്ടപ്പെടുന്നതായ ഒരു കാര്യവും ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് വലിയ വഴിത്തിരിവ് ജീവിതത്തിൽ സംഭവിക്കും. അതിനാൽ നെഗറ്റീവായ ചിന്തകൾ, അനാവശ്യമായ ചിന്തകൾ നിങ്ങളെ ഇരുട്ടിലാക്കുന്നതാണ്. വന്നു ചേരുന്ന അവസരങ്ങൾ പോലും തട്ടിത്തെറിച്ച് പോകുവാൻ അത് കാരണമായി തീരും എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. സന്തോഷിക്കാൻ അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. കാരണം നിങ്ങളുടെ കണ്ണീരിനും ആ പ്രാർത്ഥനയ്ക്കും ഫലം കാണുന്നതായ സാഹചര്യം തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പുതു ഊർജം വന്നെത്തുന്നതായ ഒരു സമയം തന്നെയാണ് ഇത്. നെഗറ്റീവായ ചിന്തകളെ എല്ലാം മാറ്റി നിർത്തണം. പോസിറ്റീവായി തന്നെ പല കാര്യങ്ങളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പലപ്പോഴും കഠിനാധ്വാനം നിങ്ങൾ ചെയ്യുന്നു എങ്കിലും നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ അർഹിച്ചിരുന്നതായ ഫലം ലഭിച്ചിട്ടില്ല എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. എന്നാൽ അപ്രതീക്ഷിതമായി ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും താൽക്കാലികമാണ് എന്ന കാര്യം മനസ്സിലാക്കണം. സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ നാളുകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. വിശ്വാസം നിങ്ങൾ തീർച്ചയായും നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളും തിരികെ നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമുണ്ട്. വിജയം നിങ്ങളിലേക്ക് വന്നെത്തും എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സഹായമായി പലരുടെയും കൈകളിലൂടെ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ അർഹിക്കുന്നതായ ആ സഹായം നിങ്ങളിലേക്ക് കടന്നു വരും എന്നും കാണുവാനായി സാധിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു സഹായം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അനുഗ്രഹത്താൽ പല കാര്യങ്ങളും അഥവാ നിങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുള്ളതായ അനുഗ്രഹത്താൽ പല കാര്യങ്ങളും ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് കാണുന്നു. നിങ്ങളെ തന്നെ സ്നേഹിക്കുക. ജീവിതത്തിലും നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ അത് സാധിക്കും എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ടോ ആരോഗ്യപരവുമായി ബന്ധപ്പെട്ടോ ആഗ്രഹിക്കുന്നതായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും. നിങ്ങളിൽ വിശ്വാസം അനിവാര്യമാണ് എന്ന് കാണുന്നു. വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരിക എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളിലേക്ക് പല കാര്യങ്ങളും പുതുതായി പ്രതീക്ഷിക്കുന്നു എന്നതാണ് വാസ്തവം. അതായത് നിങ്ങളിൽ പലരും നിങ്ങളിലെ നന്മ തിരിച്ചറിയാത്തതായ സാഹചര്യമുണ്ട്. പലരും നിങ്ങളുടെ നല്ല മനസ്സ് തിരിച്ചറിയാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളുടെ നല്ല മനസ്സ് തിരിച്ചറിഞ്ഞിട്ടുള്ളതാകുന്നു. അല്ലെങ്കിൽ ഇതെല്ലാം ഭഗവാൻ കാണുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങളിലേക്ക് പുതിയ തൊഴിൽ കടന്നു വരാനുള്ള സാധ്യതകൾ, വീട് മോടി പിടിപ്പിക്കുക, ആഘോഷവേളകളിൽ പങ്കെടുക്കുക, ഇത്തരത്തിൽ സന്തോഷം നൽകുന്ന പലവിധ കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് കാണുവാനായി സാധിക്കുന്നു. എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷണം നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ഉത്തരം കിട്ടാത്തതായ പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒന്നും ചെയ്യാൻ പറ്റാത്തതായ അവസ്ഥയിൽ നിന്നും എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ കാര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങളോടൊപ്പം ഒരു അദൃശ്യ ശക്തിയുണ്ട് എന്നതാണ് വാസ്തവം. അത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും. കൂടാതെ നിങ്ങളോടൊപ്പം ഒരു പുതിയ ശക്തിയുടെ അനുഗ്രഹവും
കടന്നു വരുന്നു എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ പൂർണ്ണമായും വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കാര്യങ്ങളിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ പ്രകടമാകും എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. നെഗറ്റീവായ കാര്യങ്ങളിൽ നിങ്ങൾ വശംവദരാകരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ അനുഗ്രഹത്താൽ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്.